യേശുവാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ. യേശുവാണ് ഏക സത്യദൈവം. യേശുവാണ് മാനവരാശിയുടെ രക്ഷകൻ. യേശുവാണ് ഏക മധ്യസ്ഥൻ. അവനാണ് ശക്തനായ ദൈവം. അവനെ വിളിച്ചപേക്ഷിച്ചവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അവന്റെ നാമത്തെ ആര് വിളിച്ചോ അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹം മദ്യത്തിന് അടിമയാണ്. കുടുംബജീവിതമൊക്കെ തകർന്നു പോയി. ഭാര്യയ്ക്ക് വഴിക്ക് പോയി കുറേ പ്രശ്നപ്പെട്ട ഒരു വ്യക്തിയായിട്ട് വ്യക്തിക്ക് വേണ്ടി ഇന്നലെ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു. 52 വയസ്സോട്ടായി. 20ാമത്തെ വയസ്സിൽ മദ്യപാനം തുടങ്ങിയതാണ്. മാനസിക അസ്വസ്ഥ ഉണ്ടായിട്ട് അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അനേക തവണ മദ്യാസക്തിക്ക് അടിമയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. തകർന്ന ഒരു മനുഷ്യൻ. വീട്ടിൽ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ. അമ്മയും കൂടെയുണ്ട്. അമ്മയും അപ്പനും ഒക്കെ ഈ മകനെ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ഒരു സമാധാനമില്ലാത്തൊരു കുടുംബ അന്തരീക്ഷവും സാഹചര്യമാണ്. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മാനസിക അസ്വസ്ഥത, മദ്യത്തിൻ്റെ ആസക്തി, അതുമാത്രമല്ല പുകവലി, രാത്രിയിൽ നിന്ന് ഉറക്കമില്ല, പുകവലി ഭയങ്കര വിഷയമാണ്. കുടുംബത്തിന് സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്, ആ കുടുംബം കടന്നു പോകുന്നത്. ഞാൻ ഇവരോട് സംസാരിച്ചു. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ മകനിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തിയെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. കാരണം ഈ മകനെ മദ്യത്തിൻ്റെ അടിമത്തത്തിലാക്കിയിരിക്കുന്ന, അവൻ്റെ ആത്മാവിനെ, മനസ്സിനെ, കുടുംബജീവിതത്തെ തകർത്ത ഒരു പിശാചുണ്ട്. അവൻ്റെ ജീവിതത്തെ തകർത്ത, അവന് മാനസിക അസ്വസ്ഥതയും മരുന്ന് കഴിക്കുന്നുണ്ട്. ആ അവസ്ഥയിൽ അവനെ എത്തിച്ചിരിക്കുന്ന ഒരു പിശാചുണ്ട്. അവനെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ആത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിൽക്കുകയാണ്. ആ സഹോദരൻ ദൈവശക്തി ഇറങ്ങിയിട്ട് പെട്ടെന്ന് കസലിലേക്ക് വീണു. വിടുതലിന് വേണ്ടി ശരിക്കും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. അത് ഞാൻ ചോദിച്ചു, താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്? ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി. എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി. എന്നോട് അതിന് മുമ്പേ സംസാരിക്കുമ്പോൾ ആ വ്യക്തി ഊമനെ പോലെ ഇരിക്കുക. കൂടെയുള്ളവരൊക്കെ സംസാരിക്കത്തുമില്ല. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറയും, എൻ്റെ ശരീരത്തു നിന്ന് ആരോ ഇറങ്ങിപ്പോയി. ആൾ സംസാരിക്കാൻ തുടങ്ങി. നന്നായിട്ട് ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. പറയണം, എനിക്കിനെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് ആ വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആവുകയാണ്. ആ മനുഷ്യൻ്റെ മേൽ, ആ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ആത്മാവിൻ്റെ മേൽ സ്വാധീനം ചെലുത്തിയിരുന്ന ആ പൈശാചിക ശക്തി ആ വ്യക്തിയെ വിട്ടുപോയപ്പോൾ ആ വ്യക്തി സ്വതന്ത്രനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. തളർന്ന മനസ്സുകളെ കർത്താവ് ശക്തിപ്പെടുത്തും. തളർന്ന ശരീരങ്ങൾക്ക് അവൻ ബലം നൽകാനായിട്ട് പോകുക. കാനായിലെ കല്യാണ വീട്ടിൽ രൂപപ്പെട്ട ആ പ്രതിസന്ധിയെ പരിശുദ്ധ മറിയം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രശ്നം ആരേറ്റെടുത്തു? ഒച്ചത്തി പറ. കണ്ടോ, യേശു ആ പ്രശ്നം ഏറ്റെടുത്തു. മാതാവ് ആ ഫയൽ യേശുവിൻ്റെ കൊടുത്തു. അപ്പം നമ്മുടെ പ്രശ്നമൊക്കെ മാതാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാതാവ് ആ ഫയൽ ആരെ ഏൽപ്പിക്കും? യേശുവിനെ ഏൽപ്പിക്കും. അപ്പം വിശ്വസിച്ച ധൈര്യമായിട്ട് മാതാവിൻ്റെ കയ്യിലേക്ക് എല്ലാ ഫയലും അങ്ങോട്ട് ഏൽപ്പിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു. മാതാവ് ഈശോയെ ഏൽപ്പിക്കും. നമ്മുടെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരത്തിന് അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങളൊക്കെ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാണ്. കൂടുതൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യേശുവിൻ്റെ കയ്യിൽ ഫയൽ കിട്ടി. യേശു ആ പ്രതിസന്ധിയിൽ ഇടപെടുകയാണ്. കൽഭരണി വെള്ളം നിറച്ചു, വിളമ്പിക്കൊള്ളാൻ പറയുക. നിറച്ച് വെള്ളം വീഞ്ഞായിട്ട് മാറുന്ന വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടു. ആ പ്രതിസന്ധി അവിടെ രൂപപ്പെട്ടുവെങ്കിൽ ആ പ്രതിസന്ധിയിൽ
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇന്ന് പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കുന്ന ഓർത്തുകൊള്ളുക, ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒന്നും നിന്നെ തീർക്കത്തില്ല, നിന്നെ വിഴുങ്ങത്തില്ല. ഈ പ്രശ്നവും പ്രതിസന്ധിയും നിന്നെ തീർക്കുന്ന ഒരു പ്രശ്നവും പ്രതിസന്ധിയല്ല. ഇതിനെ നീ മറികടക്കും. ഈ പ്രശ്നങ്ങളുടെ മീതെ നീ നടന്ന് കടന്നു പോകും. നിന്റെ കൂടെ യേശുവുണ്ട്. ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. നീ പേടിക്കണ്ട. ഒരു പ്രശ്നത്തിനും നിന്നെ തകർക്കാനായിട്ട് പറ്റത്തില്ല. ഒരു പ്രതിസന്ധിയും നിന്നെ തീർക്കത്തില്ല. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. നിന്റെ മനസ്സിൻ്റെ തളർച്ചയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോകുക. നിന്റെ മനസ്സിനെ കർത്താവ് ബലപ്പെടുത്താനായിട്ട് പോകുക. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലനെ ശക്തിപ്പെടുത്തും. നിന്റെ ദുർബലാവസ്ഥയിലൊക്കെ കർത്താവ് ശക്തി തരാൻ പോകുക. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്താൻ പോകുക. യുവാക്കന്മാർ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. യുവാക്കന്മാർ തളർന്നേക്കാം. കാരണം യുവാക്കന്മാർ യൗവനത്തിൻ്റെ പ്രായമാണല്ലോ, കരുത്തിൻ്റെ പ്രായം, എന്തും ചെയ്യാൻ മടിയില്ലാത്ത പ്രായം എന്നൊക്കെ പറയുന്നത് യൗവനത്തിൻ്റെ പ്രായമാണ്. അപ്പോൾ യുവാക്കന്മാർ പോലും തളർന്നു പോയേക്കാം. യുവാക്കന്മാർ പോലും ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു പോയേക്കാം. അടുത്ത വചനം പറയുന്നു, ചെറുപ്പക്കാര് ശക്തിയറ്റു വീണേക്കാം. ചെറുപ്പക്കാര് ശക്തിയറ്റു വീണേക്കാം. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓടിയാൽ ക്ഷീണിക്കത്തില്ല, നടന്നാൽ തളരത്തില്ല. കഴുകനെ പോലെ ചിറകടിച്ചുയരും. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീണാലും നീ ശക്തിയേറ്റു വീഴത്തില്ല. നിന്നെ താങ്ങുന്നവൻ നിന്റെ കൂടെയുണ്ട്. നീ തളർന്നു പോകുവാൻ, നീ തകർന്നു പോകുവാൻ, നീ വീണു പോകുവാൻ, നീ തീർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തിന് ഒരവസാനമല്ല. എവിടെ പ്രതിസന്ധി ഉണ്ടോ, എവിടെ പ്രശ്നങ്ങളുണ്ടോ, അത് പരിഹരിക്കുന്നവൻ ആ പ്രശ്നത്തെ പരിഹരിച്ച് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്താനായിട്ട് പോവുകയാണ്. നിന്റെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കർത്താവ് ഒരു ഉത്തരം നൽകി അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. നിന്റെ തളർന്ന മനസ്സിനെ കർത്താവ് ശക്തിപ്പെടുത്തുകയാണ്. നിന്റെ ശക്തിയേറ്റ ശരീരത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിട്ടേ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങൾ. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന പേര് വിളിച്ചു. ഒരമ്മ വേദനയോടെ ഒരു മകനെ പ്രസവിച്ചു. അമ്മ പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ വേദനയോടെയാണ് പ്രസവിച്ചത്. അത് പ്രസവവേദന തന്നെയല്ല, ആ അമ്മ മാനസികമായിട്ടൊക്കെ അനുഭവിച്ച വേദനകളുണ്ട്, കുടുംബ സാഹചര്യത്തൊക്കെ അനുഭവിച്ച വേദനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ വേദനയുണ്ട്, ശരീരത്തിൻ്റെ വേദനയൊക്കെ ഉണ്ട്. അമ്മ പറയുകയാണ്, ഞാൻ വേദനയോടെ എൻ്റെ മകനെ പ്രസവിച്ചു. അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ വേദനയാണ്. ആണോ അമ്മമാരെ? ആണോ? അതെ. ആ ശരീരത്തിലും മനസ്സിലും ഒക്കെ ഒത്തിരി വേദന അനുഭവിച്ച ഒരു അമ്മ ഒരു മകനെ പ്രസവിച്ചു. ആ മകൻ്റെ പേരെന്താണ്? യാബസ്. എന്താണ്? യാബസ് എന്ന പേരിട്ടു. വേദനയോടെ പ്രസവിച്ച മകനെ അമ്മ യാബസ് എന്ന് വിളിച്ചു. ഈ യാബസ് വളർന്നു. ഈ യാബസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. വലുതുകരമെന്ന് പിടിച്ച് എല്ലാവരും ഉച്ചത്തിൽ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. ദൈവമേ
ഈ ഒച്ച പോരാ. ദൈവമേ, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ. ഇവിടെ യാബസ് എന്ന ദൈവമകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. എന്താണ് പ്രാർത്ഥിച്ചതെന്നറിയാമോ? ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ആദ്യത്തെ പ്രാർത്ഥന, ദൈവമേ, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഒന്നാമത്തെ പ്രാർത്ഥന അത്. രണ്ട്, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും. അത് രണ്ട്. ഇത് ഓരോന്നും ഞാൻ വിശദമാക്കി പറയാം. വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മൂന്ന് പ്രാർത്ഥന. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഇത് വലിയ ഒരു പ്രാർത്ഥനയാണ്. കാരണം നമ്മുടെ ഓരോരുത്തരൊക്കെ മനസ്സിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഒരു ലിമിറ്റുണ്ട്. ഒരു ലിമിറ്റാണ് നമ്മൾ കാണുന്നത്, ചിന്തിക്കുന്നത് എല്ലാം ഒരു ലിമിറ്റുണ്ട്. നമ്മൾ അങ്ങോട്ട് പുറത്തോട്ടിറങ്ങി നോക്കിയാൽ വിശാലമായ ആകാശം നമുക്ക് കാണാം. വിശാലമായ ആകാശം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കണ്ണുകൾ നോക്കിയാൽ നോക്കത്താ ദൂരം നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യാബസിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നു, കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതിരുകളെ വിസ്തൃതമാക്കണമേ. അതായത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ചിന്തകളിൽ നീ ഒരു ലിമിറ്റ് വെക്കുവാനായിട്ട് പാടില്ല. അനുഗ്രഹങ്ങൾക്ക് നീ എപ്പോൾ ലിമിറ്റ് വയ്ക്കുന്നു, അവിടെ അനുഗ്രഹം സ്റ്റോപ്പായി പോവുകയാണ്. പഴയ നിയമത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. രാജാക്കളുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ, 1 രാജാക്കന്മാർ 17 ഒരു പ്രവാചകന്റെ ഭാര്യ ഒരു വലിയ വേദനയോടെ ഏലിയായോട് സംസാരിക്കുന്നു. ഏലിയ പ്രവാചകനോട് പറയുകയാണ്, അങ്ങയുടെ ദാസൽ ഒരുവനായിരുന്നു എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ ഭർത്താവിന് കുറേ സാമ്പത്തിക കടബാധ്യത ഉണ്ടായിരുന്നു. കൊടുക്കാനുള്ളവരെല്ലാം വന്നിട്ട് എൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് തുടങ്ങിയാണ്. കടം വീട്ടാനായിട്ട് ഒരു മാർഗവുമില്ല. അവൾ പറയുകയാണ്, അവൾ വിറവ് പെറുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ 2 ചുള്ളിക്കമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ഒരു പിടി മാവും അല്പം എണ്ണയുമുണ്ട്, അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യാൻ പോവുക, മരിക്കാനായിട്ട് പോവുക. അതാണ് ഞങ്ങളുടെ തീരുമാനം. ഹല്ലേലൂയ. ഏലിയ പറഞ്ഞു, നീ പോയി ആദ്യം ഒരു അടയുണ്ടാക്കി എനിക്ക് കൊണ്ടുതരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്ത്രീ അതുപോലെ ചെയ്തു. പിന്നീട് എന്താ സംഭവിച്ചത്? കലത്തിലെ മാവ് തീർന്നു പോയില്ല. എണ്ണ പറ്റിയോ? കടം വിട്ടാൻ ഒരു വഴി പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്ത വഴി? ചെന്നിട്ട് എല്ലാ അയലോക്കത്തു നിന്നൊക്കെ ധാരാളം പാത്രങ്ങൾ വാങ്ങിയിട്ട് അതിലേക്ക് എണ്ണ പകരുക. അവിടെ ഒരു അത്ഭുതം നടക്കുക. അതായത് അല്പം എണ്ണയുള്ള പാത്രത്തിൽ നിന്ന് എണ്ണ കോരിപ്പോൾ ഇത് തിളച്ചു വരുന്നത് പോലെ അടിയിൽ നിന്ന്, ഈ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ തുളുമ്പി ഉറവയെന്ന് എണ്ണ വരുന്ന പോലെ ഉറവയിലൂടെ എന്ന പോലെ എണ്ണ ആ പാത്രത്തിൽ നിറയുന്ന ഒരു അത്ഭുതം നടക്കുക. ഒരു പാത്രം നിറച്ചു, മാറ്റിവെച്ചു. എണ്ണയുടെ വരവ് നിൽക്കുന്നില്ല. അടുത്ത പാത്രം നിറച്ചു. ഉള്ള പാത്രങ്ങൾ മുഴുവൻ നിറച്ചു. അമ്മ പറഞ്ഞു, മക്കളെ ഇനി പാത്രമുണ്ടോ? മക്കൾ പറഞ്ഞു, പാത്രം തീർന്നു. എണ്ണയുടെ ഒഴുക്ക് നിലച്ചു. ലിമിറ്റാക്കി അവിടെ നിലച്ചു. ഇവിടെ യാബസ് പ്രാർത്ഥിക്കുന്നത് എന്താ?
ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിരുകളെ വിസ്തൃതമാക്കാൻ വേണ്ടിയാ. നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മൾ ഇട്ടിരിക്കുന്ന അതിരുകളെ ഇന്ന് നമ്മൾ തകർക്കുകയാണ്. അത് ആത്മീയ അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും, ഓൾ ബൗണ്ടറീസ് ബ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ബൗണ്ടറികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നമ്മൾ തകർത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സകല ബൗണ്ടറികളും ഇന്ന് തകർക്കപ്പെടാനായിട്ട് പോവുകയാണ്. നിൻ്റെ മേൽ അനുഗ്രഹം പെരുമഴ പോലെ ഇന്ന് പെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് നീ ഒന്നും ചിന്തിക്കേണ്ട. കാരണം നിൻ്റെ ദൈവം വലിയവനാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ നീ ചിന്തിക്കുക. വലിയവനായ ദൈവത്തെ വലിയവനായിട്ട് കാണുക. അങ്ങനെ കണ്ടുകൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു ലിമിറ്റും വേണ്ട. നിന്റെ ദൈവം എല്ലാ ലിമിറ്റിൻ്റെയും അപ്പുറമാണ്. നിന്റെ സൃഷ്ടാവ് സർവശക്തനാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,